ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ എന്നിവരുടെ പേര് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. താരങ്ങൾ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഓം പ്രകാശ് ബുക്ക് ചെയ്ത മുറിയിലെത്തിയത് 20ഓളം പേരാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി വസ്തു കൈവശം വെച്ച കേസിൽ ഓം പ്രകാശിനും ഒന്നാം പ്രതി ഷിയാസിനും ജാമ്യം ലഭിച്ചു. കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് മരട് പോലീസ് അറിയിച്ചു. താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയേ സാർ, ഈ കേസിൽ പ്രയാഗ മാർട്ടിൻ അടക്കമുള്ള പേരുകളുണ്ടല്ലോ, അതിൽ അന്വേഷണം നടത്തണ്ടേ? അതെ അന്വേഷണം നടത്തും. അന്വേഷണം ഉണ്ടാവുമോ? അത് അന്വേഷണം ഉണ്ടാവും. അതിന്റെ ഇവർ ആ റൂമിലാണ്, ഈ ഓം പ്രകാശ് ഉണ്ടായിരുന്ന റൂമിൽ തന്നെയാണ് സാർ ഇവർ എത്തിയിരിക്കുന്നത്. അല്ല, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇപ്പം പറ്റത്തില്ല. പിന്നീട് അന്വേഷണം പോകുന്നുണ്ടോ? അന്വേഷണം ഉണ്ടാകുമോ? ചോദ്യം ചെയ്യോ സാർ? കൂടുതൽ അന്വേഷണം ഉണ്ടാവും. വിവരങ്ങൾ സൈഫുനിസ അലിയാറും അൽ അമീൻ തോട്ടുമുക്കും തരും. ആദ്യം സൈഫുനിസയിലേക്കാണ്. സൈഫുനിസ, രണ്ട് പ്രധാനപ്പെട്ട യുവതാരങ്ങൾ ശ്രീനാഥ് ബാസിയും ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിനും അവരുടെ പേരുകൾ കൃത്യമായി പോലീസിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുകയാണ്. ലഹരി പാർട്ടി നടന്നുവെന്ന് പോലീസ് സംശയിക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഓം പ്രകാശിന്റെ മുറിയിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയതിന്റെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ സൈഫുനിസ? ഇക്കാര്യത്തിൽ അത്തരം അന്വേഷണങ്ങളടക്കം തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബിനിൽ, ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഓം പ്രകാശിനെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹോട്ടലാണ് ഈ കുണ്ടന്നൂർ പാലത്തിനോട് ചേർന്നുള്ള ക്രൗൺ പ്ലാസ ഹോട്ടൽ. നിരവധി സിനിമാ താരങ്ങളും ഒക്കെ എത്താറുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് ഇവിടെ. ഈ മരട് ഹോട്ടലിൽ, കുണ്ടന്നൂരിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഇന്നലെ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഈ ഓം പ്രകാശിനെയും ഒന്നാം പ്രതി ഷിഹാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരിൽ നിന്ന് കണ്ടുകിട്ടിയത്, ഇവരുടെ മുറിയിൽ നിന്ന് കണ്ടുകിട്ടിയത് ഉപയോഗിച്ച് തീർന്ന ഒരു കൊക്കൈൻ്റെ പാക്കറ്റും സിപ്പ് കവറാണ്. അതായത് നമ്മളിങ്ങനെ ഞെക്കി ഇങ്ങനെ അടയ്ക്കുന്ന ഒരു തരത്തിലും സിപ്പ് കവർ ഉണ്ടല്ലോ, ആ കവറിൽ കൊക്കൈൻ്റെ പൊടികളുണ്ടായിരുന്നു. പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് കവറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊടികൾ എടുത്ത് ഇത്ര ഗ്രാം ഉണ്ട് എന്ന് തൂക്കി നോക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു എന്ന് കൃത്യമായി പോലീസ് FIRലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികൾ എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ പ്രതികളുടെ റൂമിൽ വന്നവർ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, എത്രത്തോളം ഗ്രാം ഇവരുടെ കൈവശമുണ്ടായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്താനോ പരാമർശിക്കാനോ കോടതിയെ ബോധ്യപ്പെടുത്താനോ ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചതിന് തെളിവ് നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് ഓം പ്രകാശിനും ഒപ്പം തന്നെ ഒന്നാം പ്രതിയായ ഷിഹാസിനും കോടതി ജാമ്യം അനുവദിച്ചത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 8-ലാണ് പ്രതികളെ രണ്ടുപേരെയും ഹാജരാക്കിയത്. മരട് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പോയിട്ടുണ്ട്. പോകുന്ന വഴി തന്നെ CIയോട് നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് അന്വേഷണം ഉണ്ടാകും, ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പക്ഷേ കൃത്യമായി നമ്മൾ ഇവർ ഉപയോഗിച്ചിരുന്ന മുറിയിൽ തന്നെ ഇവർ എത്തിയിരുന്നു എന്നുള്ള പല ചോദ്യങ്ങളും ചോദിച്ചപ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ല. കാരണം ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് മരട് CI പറയുന്നത്. എന്തായാലും വിഷയത്തിൽ വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ പോലീസ് കോടതിക്ക് മുൻപിൽ വെച്ചിരിക്കുന്നു. രണ്ട് സിനിമാ താരങ്ങളുടെ പേര്, പ്രയാഗ മാർട്ടിൻ്റെയും ശ്രീനാഥ് ബാസിയുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് 20ഓളം പേർ ഓം പ്രകാശ് താമസിച്ചിരുന്ന മരട് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ, ക്രൗൺ പ്ലാസ ഹോട്ടലിലെ മുറിയിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ളത് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഈ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന കൊക്കൈൻ്റെ ഒഴിഞ്ഞ പാക്കറ്റുകളിൽ നിന്ന് കൊക്കൈൻ്റെ പൊടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാരൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ മുറിയിൽ വന്നവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ മുറിയിൽ സന്ദർശനം നടത്തിയവർ എന്തിനാണ് ഈ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെ കാണാനെത്തിയത്, സിനിമാ താരങ്ങൾക്ക് ഈ ഗുണ്ടാ നേതാവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളിലടക്കം അന്വേഷണം വേണമെന്നും 2 ദിവസത്തെ കസ്റ്റഡി വേണം എന്നുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വാദിച്ചത്. പക്ഷേ പ്രതിഭാഗം ഇതിനെ എതിർത്തുകൊണ്ടാണ് ഈ കേസിൽ 2 പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് എത്രത്തോളം കൊക്കൈൻ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നും പ്രതികൾ ഇത് ഉപയോഗിച്ചതെന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് പ്രതിഭാഗം ഈ കേസിനെ പ്രതിരോധിച്ചത്. എന്തായാലും 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പ്രതികൾ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. കോടതി മുറിക്ക് പുറത്ത് തന്നെ പ്രതികളുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം പ്രതികൾ പുറത്തേക്ക് വരും. ഓം പ്രകാശിന് നമുക്ക് വിവരങ്ങൾ തേടാം. കാരണം ഈ സിനിമാ മേഖലയുമായി ഓം പ്രകാശിനുള്ള ബന്ധം എന്തിനാണ് സിനിമാ താരങ്ങൾ വന്ന് കണ്ടത് എന്ന് സംബന്ധിച്ച് വിവരം ലഭിക്കേണ്ടതുണ്ട്. ഓം പ്രകാശിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പ്രാഥമിക മൊഴി എടുത്തിരുന്നു. അതിൽ താൻ ബോൾഗാട്ടി പാലസിൽ വെച്ച് ഇന്നലെ നടന്നിട്ടുള്ള
പ്രശസ്ത DJ അലൻ വോക്കറുടെ സംഗീത നിശയ്ക്ക് വേണ്ടി എത്തിയതാണ് എന്ന വിവരം മൊഴിയായി അദ്ദേഹം ഓംപ്രകാശ് പോലീസിന് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തിനാണ് ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഓംപ്രകാശിനെ വന്ന് കണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുകയാണ്. ഓംപ്രകാശ് അല്പസമയത്തിനോടകം തന്നെ എറണാകുളത്ത് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരും. സൈഫുന്നിസ അലിയാറാണ് കോടതിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.